ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോഹനെ സൂക്ഷിക്കണമെന്ന് വിഷ്ണു രാധയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയാൾ ഇനി മേജർ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് എന്റെ ധാരണയിൽ ടീച്ചറുടെ റീജോയിനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അത് മുടക്കാനും ഒഴിവാക്കാനും അയാൾ എന്തും ചെയ്യും. അതുകൊണ്ടാ അയാൾ ജയിലിൽ ചാടിയപ്പോൾ അന്ന് ടീച്ചറെ വിളിച്ചത്. ആ ഫോൺ കോളിൽ റീജോയിനിങ് ചെയ്ത് സുഖിച്ച് ജീവിക്കാൻ കരുതണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളെ ഉപകരണമാക്കി അയാൾ പല പ്ലേകളും ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലൊന്നും പോയി ഒരു വിധത്തിലും വീഴരുത്. അയാൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ എന്നോട് പറയണം. ഈ കാര്യം മഹേഷിനോടും പ്രത്യേകം പറയണമെന്ന് വിഷ്ണു പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി വിഷ്ണുവേട്ടാ. അത് സത്യ. പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾ നന്നായി പഠിച്ചു. അത്രയ്ക്ക് ടെൻഷനും അടിച്ചു. അതുകൊണ്ട് അങ്ങേരിനി സ്നേഹിച്ചു വന്നാലും പകയോടെ വന്നാലും അത് ഞങ്ങൾക്കുള്ള പണിയാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. വിഷ്ണുവേട്ടൻ അക്കാര്യത്തിൽ ഇനി ഭയപ്പെടേണ്ടെന്ന് രാധയും. എനിക്കതറിഞ്ഞാ മതി. എന്റെ ഊഹത്തിൽ അയാളുടെ മെയിൻ ടാർഗറ്റ് ടീച്ചറാ. പിന്നെ നിങ്ങള് 3 മക്കളും ആ കൃഷ്ണചന്ദ്രൻ സാറും. നിങ്ങളെ അയാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നേരെ നിങ്ങളിൽ എത്തണമെന്നില്ല. അതിൽ അയാൾ ഒരു ചെസ് കളിക്കും. ടീച്ചറോടും വീണയോടുമൊക്കെ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ പറയണം. അയാൾക്ക് അങ്ങനെ കൂടുതൽ ദിവസമൊന്നും ഒളിഞ്ഞിരിക്കാനാവില്ല. അതുകൊണ്ട് അയാൾ എന്തിനാണോ ചാടിയത് അത് അയാൾ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് സംശയം തോന്നിയാലും അക്കാര്യം എന്നോടൊന്ന് ഷെയർ ചെയ്യുക. എന്റെ സസ്പെൻഷനും ഉടനെ കഴിയും. ഞാൻ ആ കാര്യം അറിഞ്ഞു. ഉടനെ റീജോയിൻ ചെയ്യാനാവും. ചിലപ്പോ ഒരു ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ ട്രാൻസ്ഫർ വടക്കോട്ട് വല്ലതും ആവോ അച്ഛാ എന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. അതൊരു ഐഡിയ ഇല്ല മോളെ, വരുമ്പോഴേ അറിയൂ എന്ന് വിഷ്ണു പറയുമ്പോൾ എന്തായാലും സസ്പെൻഷൻ കഴിഞ്ഞല്ലോ, അതുതന്നെ വലിയ കാര്യം. ഞങ്ങളുടെ സ്കൂളിലെ ചില ബാച്ച്മേറ്റ്സിന് സസ്പെൻഷന്റെ കാര്യവും പറഞ്ഞ് ട്രോളലാണ് പണി. അച്ഛൻ ഉടനെ ജോയിൻ ചെയ്യുമെന്നറിഞ്ഞാ ഇനി വാ തുറക്കില്ല അവന്മാര് എന്ന് കല്ലു സന്തോഷത്തോടെ പറയുമ്പോ, ഞാൻ നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വരുമ്പോ ആ ട്രോളന്മാരെ എനിക്കൊന്ന് കാണിച്ചതാ, ഞാൻ സംസാരിക്കാമെന്ന് വിഷ്ണുവോ. അയ്യോ അതൊന്നും വേണ്ടച്ചാ, അവന്മാർക്ക് അത് മതി പേടിച്ചു പനി വരാൻ. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് അവന്മാരെ ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്യും. പാവങ്ങള് കളിയാക്കി ജീവിച്ചു പോട്ടെ അച്ഛാ എന്ന് കല്ല് പറയുമ്പോ ആയിക്കോട്ടെ എന്ന് വിഷ്ണുവും. അപ്പോഴേക്കും രാധയോടായി അച്ഛമ്മയും കാവ്യയും നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഞാനും കിടക്കുവാ, അല്ലെങ്കിൽ രാവിലെ വൈകും എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് കല്ലു കിടക്കാനായി പോകുന്നുണ്ട്. അവിടെ പോറ്റി രാത്രി റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് മോഹൻ മുഖം മൂടിക്കെട്ടി ഒരു കാറിൽ അങ്ങോട്ടെത്തി പോറ്റിയെ വലിച്ച് തന്റെ കാറിൽ കയറ്റുന്നത്. സന്തോഷാണെന്ന് കരുതി എന്നെ കൊല്ലല്ലേ, അയ്യോ സന്തോഷേ ഒന്നും ചെയ്യല്ലേടാ, നിന്റെ പോറ്റിമാമനല്ലേടാ എന്നൊക്കെ പോറ്റി ആർത്ത് വിളിക്കുന്നുണ്ട്. പോറ്റി കാറിൽ പേടിയോടെ ഇരിക്കുമ്പോഴേക്കും മോഹൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് കാറിലെ ലൈറ്റ് ഓൺ ചെയ്ത് തന്റെ മുഖത്തെ കെട്ടഴിച്ച് ഡോ കാണാടോ ഇങ്ങോട്ട് നോക്കാൻ എന്ന് പറയുമ്പോഴേക്കും മോഹനെ കണ്ട് ആഹാ മോഹനായിരുന്നോ, ഞാൻ അങ്ങ് പേടിച്ചു പോയി, എന്റെ ശേഷക്കാരനായിരിക്കുമെന്നാ ഞാൻ കരുതിയത് എന്ന് പറയുമ്പോ ഈ ശേഷക്കാരനെയൊക്കെ ഇങ്ങനെ പേടിക്കണോ കാർന്നോരെ എന്ന് മോഹനും. പിന്നെ ബുദ്ധിയില്ലെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ പേടിക്കാതിരിക്കാൻ ഒക്കുമോ? സന്തോഷാകെ ഇളകി നടക്കുവല്ലേ, അവന് ഭയങ്കര കലിയ. ഒരു കണക്കിന് ഞാൻ പെങ്ങടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോന്നു. എന്നാലും അവന്റെ പേടി ഉള്ളിൽ കിടപ്പുണ്ടെന്ന് പോറ്റി പറയുമ്പോ മതി മതി തന്റെ കുടുംബപുരാണമൊക്കെ എന്ന് പറഞ്ഞ് പോറ്റിയുടെ തലയിലെ തോർത്തുമുണ്ടെടുത്ത് കണ്ണ് മൂടി കെട്ടുമ്പോഴേക്കും ഇതെന്തിനാ ഇതെന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. ആനെ ഇനി മുന്നോട്ടേക്കുള്ള വഴിയൊക്കെ കാണുന്നത് എനിക്ക് സേഫ് അല്ല എന്ന് പറയുമ്പോഴേക്കും പോറ്റി ചിരിക്കുന്ന കണ്ട് മതി മതി കൂടുതൽ തമാശയൊന്നും വേണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നോ, അടങ്ങിയിരുന്നോ എന്ന് പറഞ്ഞ് മുഖംമൂടി എടുത്തണിഞ്ഞ് തന്റെ കാറുമെടുത്ത് പോവുകയാ മോഹൻ. പിന്നീട് കണ്ണ് മൂടിക്കെട്ടിയ പോറ്റിയെ തന്റെ താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാ മോഹൻ. ഇതേതാ സ്ഥലം എന്ന് പോറ്റി ചോദിക്കുമ്പോ അടങ്ങി വാടോ കിളവാ, കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോറ്റിയെ ഒരു കസേര മാത്രമിട്ട ഒരു റൂമിലേക്ക് കൊണ്ടുപോയി കണ്ണിന്റെ കെട്ടഴിക്കുമ്പോഴേക്കും ഇതേത് സ്ഥലം എന്ന് പോറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇതൊരു സ്ഥലം, അതൊന്നും താൻ അറിയണ്ട, ഇനി ഞാൻ അറിയാതെ ഇവിടുന്ന് പുറത്തേക്ക് പോവരുത് എന്ന് മോഹൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും പോറ്റിയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇപ്പൊ പുറത്തു പോയിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എന്തിനാ മോഹന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പോറ്റി ചോദിക്കുമ്പോ കൂട്ടത്തിൽ വിഷമുള്ള ഒന്നുകൂടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. ശത്രുവിനെ വീഴ്ത്താൻ ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കണമെന്നല്ലേ പ്രമാണം. കുറച്ച് കണക്ക് തീർത്തു പോവാനുണ്ട്, എല്ലാം തൃപ്തിയായി തീർത്തു വെച്ചിട്ട് വേണം പോവാൻ എന്ന് മോഹൻ പറയുന്നത് കേൾക്കെ ആ സരസ്വതിയെ തീർക്കാനല്ലേ എന്ന് പോറ്റിയും. നല്ല കാര്യം, ആ സ്ത്രീ എന്നെ സ്റ്റേഷനിൽ വെച്ച് കാരണം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ സാധു അവള് ഭയങ്കരിയാണെന്ന് എന്ന് പോറ്റി പറയുമ്പോ അവൾ എനിക്കിട്ട് പണി തന്ന് എന്നെ ജയിലിലാക്കി. അതിനും മേലെയുള്ള ഒരു പണി പണിയാനാ 22 അടി പൊക്കമുള്ള അതിലും ചാടി മോഹനൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് മോഹനും പറയുന്നുണ്ട്. നമുക്ക് പണി തന്നവരെയൊന്നും വെറുതെ വിടരുത് എന്ന് പോറ്റിയും ഏഷണി കയറ്റുമ്പോ ആര് വിടുന്നു, എന്നെ വെടക്കാക്കി ജയിലിലാക്കി മറ്റേ വാദ്യരുടെ ഒപ്പം പൊറുതി തുടങ്ങാനാ അവളുടെ പ്ലാൻ
എല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ടെന്ന് മോഹനും. ഉടായിപ്പുകളെ വെച്ചു പൊറുപ്പിക്കരുത് മോഹന എന്ന് പോറ്റി പറയുമ്പോ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ഈ മോഹം പോവൂ എന്ന ദേഷ്യത്തോടെ പറഞ്ഞ് അതുപോട്ടെ, തന്റെ ശേഷക്കാരന് എന്ത് പറ്റിയതാ എന്ന് മോഹൻ ചോദിക്കുന്നുണ്ട്. അവൻ എന്റെ ശേഷക്കാരൻ മാത്രമല്ല, നിങ്ങളുടെ മരുമോൻ കൂടിയല്ലേ. അവൻ ഒന്നാന്തര ഇളക്കമായി. അവൻ ഇളക്കം കൂടിയാ എന്റെ അടുത്താ കലി. ഇപ്പോ രഹസ്യമായിട്ട് ഒരു ക്ലിനിക്കിൽ അഡ്മിറ്റ് ആക്കിയേക്കുക. ഗുളികയിൽ തീരുന്നതല്ലിത്. നല്ല ഷോക്ക് കൊടുത്താലേ ഇത് മാറൂ. നമുക്ക് ഓരോന്ന് കാണുമ്പോ അറിയാലോ എന്ന് പോറ്റി പറയുമ്പോ പക്ഷേ ഞാൻ തന്നെ പൊക്കിയപ്പോ താൻ എന്താ അവന്റെ പേര് പറഞ്ഞ് കരഞ്ഞത് എന്ന് മോഹനും ചോദിക്കുന്നുണ്ട്. ഞാൻ കരുതി അവൻ അവിടുന്ന് ചാടിയതാവുമെന്ന്. അവനാകെ മൂത്തിരിക്കുവല്ലേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും മോഹനും ആലോചനയോടെ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അവിടെ രേണുവിന്റെ വീട്ടിലെ ആ ചെറിയ മുറിയിൽ തറയിൽ പാവിരിച്ചു കിടക്കുന്ന മഹേഷ് കൊതുകിന്റെയും മൂട്ടയുടെയും കടി സഹിക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അസ്വസ്ഥനായി ഉറക്കം വരാതെ കിടക്കുക. രേണുവിന്റെ റൂമിൽ കട്ടിലിൽ ഉറങ്ങിക്കിടക്കായിരുന്ന രേണുവിന്റെ അരികിൽ കിടന്ന ഋതു ശബ്ദമുണ്ടാക്കാതെ മെല്ലെ എഴുന്നേറ്റ് അച്ഛന്റെ അരികിലേക്ക് ചെന്ന് അച്ഛൻ അന്ന് വിളിക്കുമ്പോഴേക്കും മഹേഷ് എഴുന്നേറ്റിരുന്ന് എടാ നീ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ തന്റെ അരികിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ഇല്ല, ഉറക്കം വന്നില്ല അച്ഛാ. അച്ഛനും ഉറങ്ങിയില്ലല്ലേ എന്ന് ഋതു ചോദിക്കുമ്പോ ഇല്ലെന്ന് മഹേഷും. അച്ഛൻ ഉറങ്ങാൻ ചാൻസ് കുറവാന്ന് എനിക്കറിയാം എന്ന് ഋതു പറയുമ്പോ ആണോന്ന് മഹേഷും. അച്ഛൻ ഇനി രാവിലെ എണീറ്റിട്ട് ഇവിടുത്തെ പണികളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതുകൊണ്ട് അച്ഛന് അവരൊന്നും വില തരാത്തതെന്ന് ഋതു ഓർമ്മിപ്പിക്കുമ്പോ എടാ അതൊക്കെ ഞാനൊരു വ്യായാമമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് മഹേഷും. വ്യായാമത്തിനാണെങ്കിലേ അച്ഛൻ പഴയതുപോലെ വർക്കൗട്ട് ചെയ്താൽ മതി, പണിയെടുക്കാൻ നിൽക്കണ്ടെന്ന് ഋതു പറയുമ്പോ അത് ഞാൻ ശ്രദ്ധിക്കാമെന്ന് മഹേഷും. അമ്മമ്മ പലപ്പോഴും മിനി ആന്റിയോട് നേരത്തെ പെരുമാറിയുന്ന പോലെയാ അച്ഛനോട് പെരുമാറുന്നത് എന്ന് ഋതു പറയുമ്പോ എടാ എനിക്കത് കാരണം എന്റെ പഴയ ഈഗോയൊക്കെ പോയി, അത് നല്ലതല്ലെന്ന് മഹേഷും. പിന്നെ അച്ഛനിപ്പോ ഇൻകം ഉണ്ടല്ലോ, നമുക്ക് വേറൊരു വീട് നോക്കാം, അമ്മയെ വരം വിളിച്ചു നോക്കാം, വന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും അങ്ങോട്ട് മാറാം. അച്ഛനെ ആരും ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഋതു പറയുന്ന കേട്ട് മഹേഷും സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ച് അവന്റെ നെറുകയിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. കൂടിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ ശരിക്കും തോറ്റുപോയനേടാ എന്ന് മഹേഷ് പറയുമ്പോ അച്ഛൻ തോറ്റുപോകുന്നത് എനിക്കിഷ്ടല്ല, അത് ഞാൻ സമ്മതിക്കുകയുമില്ല എന്ന് ഋതു പറയുന്നത് കേൾക്കെ മഹേഷും സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ഇവിടെ കിടന്നാലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഋതു അത് സമ്മതിക്കുന്നുണ്ട്. അവനെ തന്റെ അരികിലേക്ക് കിടത്തി പുതപ്പെല്ലാം പുതപ്പിച്ചു കൊടുത്തോണ്ട് കൊതുകടിക്കും കേട്ടോ എന്ന് മഹേഷ് പറയുമ്പോ അത് കുഴപ്പമില്ലെന്ന് ഋതുവും. രാവിലെ അമ്മ എഴുന്നേൽക്കുന്നതിന് മുന്നേ നീ അവിടെ പോയി കിടക്കണം കേട്ടോ എന്ന് മഹേഷ് പറയുമ്പോ ഓക്കെ എന്ന് ഋതുവും. കൊതുക് അടിക്കും കേട്ടോ എന്ന് മഹേഷ് വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോ കുഴപ്പമില്ലെന്ന് ഋതുവും. രാവിലെ ആവുമ്പോ സരസുവിന് ശിവരാമേട്ടന്റെ കോൾ വരുന്നുണ്ട്. കൊച്ചെ, എന്നെ മേരിക്കുട്ടി ടീച്ചർ വിളിച്ചായിരുന്നു, സ്കൂളിൽ പോവാൻ നീ മടിച്ചു നിൽക്കാന്ന് പറഞ്ഞു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോ മടിച്ചിട്ടല്ല ഏട്ടാ, ആ മോഹനെ ജോയിൻ ചെയ്യില്ലെന്ന് ഭീഷണി പറയുവല്ലേ എന്ന് സരസു ചോദിക്കുമ്പോ അവനാണോ നിന്നെ അവിടെ ചേർക്കുന്ന ഓഫീസർ? അവനോട് പോവാൻ പറ. എന്റെ ഒപ്പം സ്കൂളിൽ പോകുന്ന സരസുവിനെ തടയാൻ അവൻ വളർന്നോന്ന് എനിക്കൊന്ന് കാണണം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ അയാൾ ഇപ്പോ ജയിലിൽ ചാടിയത് തന്നെ എന്നോടുള്ള പക തീർക്കാനാ. അയാൾക്കെതിരെയുള്ള എല്ലാ കേസുകൾക്ക് പിന്നിലും ഞാനാണെന്ന് അയാൾക്കറിയാം എന്ന് സരസവും പറയുന്നുണ്ട്. അവനെ ഒന്നാമതേ പോലീസ് തിരഞ്ഞോണ്ടിരിക്കുക. അതിനിടയിൽ അവൻ എന്നാ ചെയ്യാനാ? നീ ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ ഉടനെ അങ്ങെത്തും. ഇനി ജോലിക്ക് കയറാൻ വൈകിപ്പിക്കണ്ടെന്ന് ശിവരാമേട്ടൻ പറയുമ്പോ ശരി ഏട്ടാ, ഏട്ടൻ പോരെ. എന്തായാലും ഏട്ടനൊപ്പമുള്ളപ്പോ എനിക്കൊരു ധൈര്യമാ. അതേ, ഏട്ടത്തിയെയും റജിയെയും കൂടി കൂട്ടിക്കോ എന്ന് സരസു പറയുമ്പോ കൂട്ടിക്കോളാമെന്ന് ശിവരാമേട്ടൻ. കുഞ്ഞുടെ മ്യൂച്വലിന്റെ കാര്യം ഇങ്ങനെയായ പിന്നെ റജിയുടെ ഒരു വിവരവുമില്ലല്ലോ എന്ന് സരസു ചോദിക്കുമ്പോ അതിനെ അവൻ എന്തോ ഇംഗ്ലീഷ് പറഞ്ഞായിരുന്നല്ലോ എന്ന് ശിവരാമേട്ടനും. കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് സരസു പറയുമ്പോ അത് തന്നെ, അത് തീരാ നിക്ക. ഇപ്പോ പുലർച്ചെ പറമ്പിലൊക്കെ പോവും, വെയിലുറയ്ക്കും വരെ പണി ചെയ്യും, രാത്രി വൈകിയിരുന്ന് സർക്കാർ ടെസ്റ്റ് എഴുതാൻ പഠിത്തവുമുണ്ട് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ ആഹാ, അതിന്റെ കാര്യം ശിവരാമേട്ടന് മനസ്സിലായോ എന്ന് സരസ്വതിയുടെ ചോദ്യം കേൾക്കെ മനസ്സിലാവാതിരിക്കാൻ ഞാൻ വെറും പുളുന്താനൊന്നും അല്ലല്ലോടി, ഞാനുമൊക്കെ കാണുവല്ലേ. സ്വയം ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുന്നത് തന്നെയല്ലേ കൊച്ചെ വലിയ കാര്യം, വരും പോലെ വരട്ടെ എന്ന് ശിവരാമേട്ടനും. അതെ ഏട്ടാ, റജിക്ക് ജീവിതത്തിൽ നല്ലതേ വരൂ, എനിക്കുറപ്പുണ്ട്. ഏട്ടനെ പോലെ അവൻ എന്റെ കൂടെ അത്രയ്ക്ക് നിന്നിട്ടുണ്ട് എന്ന് സരസ്വതിയും. പിന്നെ സ്കൂളിൽ ചേരുന്നത് കൃഷ്ണചന്ദ്രൻ സാറിനോടൊന്ന് പറഞ്ഞേക്കണേ എന്ന് ശിവരാമേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോ അത് ഉറപ്പായും പറയാമേട്ടാ എന്ന് സരസ് പറയുമ്പോ അപ്പോഴേ ഞാൻ വിളിച്ചിട്ടിറങ്ങാമെന്ന് പറഞ്ഞ് ശിവരാമേട്ടനും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോൾ തന്നെ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അവിടെ ഉണങ്ങിയ ഡ്രസ്സെല്ലാം മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു വീണ. സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ പരിഭ്രമത്തിൽ ആകെ ടെൻഷനോടെ ടീച്ചറമ്മ കുഞ്ഞിയെ തന്റെ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ അമ്മയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും മോളെ, കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി അയാൾ എങ്ങാനും എന്ന് പരിഭ്രമത്തോടെ പറയുമ്പോ ഏയ് അമ്മ പേടിക്കണ്ട, നമുക്കേ സാറിന്റെ വീട്ടിൽ പോയെന്ന് തിരക്കാമെന്ന് കുഞ്ഞിയും പറയുന്നുണ്ട്. അവിടെ സന്തോഷിന്റെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്ന അച്ഛൻ നടേശൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് സന്തോഷിന്റെ ബെഡ് കാലിയായി കിടക്കുന്നത് കാണുന്നത്. പരിഭ്രമത്തോടെ അദ്ദേഹവും
ഇവനിത് എവിടെ പോയി എന്ന് പറഞ്ഞ് സന്തോഷം എന്ന് വിളിച്ച് അവിടെ ആകെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി സന്തോഷം എന്ന് വിളിച്ച് നടക്കുമ്പോൾ അതിലെ വരുന്ന ഒരാളോട് ചേട്ടാ ഒരു പയ്യൻ ഇതിലെ പോകുന്നത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല താൻ കണ്ടില്ലെന്ന് അയാളും. നടേശനും അങ്കിൾ അപ്പോടെ സിസ്റ്ററെ വിളിച്ച് സിസ്റ്ററെ ഞാൻ വാഷ്റൂമിൽ കയറിയപ്പോൾ അവിടെ ഇരുന്ന മോനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും വാ നോക്കാമെന്ന് പറഞ്ഞ് സിസ്റ്റർ നടേശനെയും കൊണ്ട് പുറത്തേക്ക് വന്ന് അവിടെ ഇരുന്ന സെക്യൂരിറ്റിയോടായി ചേട്ടാ 103 പേഷ്യന്റിനെ കാണാനില്ല ഇവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ എവിടെ പോയിന്ന് അയാളും. എവിടെ പോയെന്ന് അറിയില്ല അവിടെയൊക്കെ ഒന്ന് നോക്കാമോ എന്ന് പറയുമ്പോഴേക്കും അയാൾ അങ്ങോട്ട് പോകുന്നുണ്ട്. സിസ്റ്റർ നടേശനെയും കൊണ്ട് അവിടെ എല്ലാം സന്തോഷിനെ തിരഞ്ഞ് നടക്കുമ്പോഴേക്കും അറ്റൻഡറും സെക്യൂരിറ്റിയും കൂടി പുറത്തെല്ലാം സന്തോഷിനെ തിരയുന്നുണ്ട്. സെക്യൂരിറ്റി തിരികെ വരുമ്പോഴേക്കും എന്തായി അവനെ കണ്ടായിരുന്നോ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സെക്യൂരിറ്റിയും. ഡോക്ടറോട് ഈ വിവരം ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ അയാൾ അത് സമ്മതിക്കുമ്പോഴേക്കും സിസ്റ്ററെ അവിടെയൊക്കെ ഒന്നുകൂടി നോക്കുന്ന നടേശൻ സിസ്റ്റർമാരോടായി പറയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തിരയാനായി പോകുമ്പോഴേക്കും ടെൻഷനോടെ ഇവൻ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് നടേശൻ അകത്തേക്ക് വന്ന് തന്റെ മൊബൈൽ എടുത്ത് മണിയെ വിളിക്കുമ്പോഴേക്കും വരുമ്പോൾ ഞാൻ ഭക്ഷണം എടുത്തോളാമെന്ന് മണി പറയുന്നുണ്ട്. നടേശൻ അത് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും കുഞ്ഞൂട്ടൻ എങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് മണിയും. ഒരു അബദ്ധം പറ്റി സന്തോഷിനെ ഇവിടെ എങ്ങും കാണാനില്ല എന്ന് നടേശൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ നിങ്ങൾ എന്തീ പറയുന്നേ കാണാനില്ലെന്നോ എങ്ങനെ കാണാതാവാനാ കുഞ്ഞൂട്ടൻ അവിടെ എവിടെയെങ്കിലും കാണും നിങ്ങളൊന്ന് നോക്ക് എന്ന് മണിയും ആദ്യോടെ പറയുമ്പോൾ ഇവിടെ മൊത്തം ഞാൻ നോക്കിയതാ മണി എന്നിട്ടാ നിന്നെ ഞാൻ വിളിക്കുന്നതെന്ന് നടേശനും. കുഞ്ഞൂട്ടൻ അവിടുന്ന് എവിടെ പോവാനാ എന്ന് മണി ചോദിക്കുമ്പോൾ ടോയ്ലറ്റിലേക്കൊന്നും ഞാൻ പോയതാ തിരിച്ചു വന്നപ്പോ കട്ടിലിൽ കിടന്ന സന്തോഷിനെ കാണാനില്ല എന്ന് നടേശൻ പറയുമ്പോൾ വയ്യാത്തോണ്ട് അറിയാത്തൊരിടത്തും പോവില്ല അവൻ എന്ന് മണിയും. ക്ലിനിക്കിന് അകത്തും പുറത്തും എല്ലാം നോക്കി കാണാനില്ല ആശുപത്രിക്കാരോട് സ്റ്റേഷനിൽ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നടേശൻ പറയുന്നത് കേട്ട് ടെൻഷനോടെ എന്റെ കൊച്ച് ഒരിടത്തും ഇറങ്ങിപ്പോവില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അവന് വേറെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മണിയും. എന്റെ മണി നീയൊന്ന് സമാധാനിക്കേ എന്ന് നടേശൻ പറയുമ്പോൾ കുഞ്ഞുട്ടനെ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചു പോന്നതാ എന്റെ തെറ്റ് ഇനി എന്റെ കൊച്ചിനെ എവിടുന്ന് കണ്ടുപിടിക്കാനാ എന്ന് ചോദിച്ച് സങ്കടത്തോടെ കരയുന്ന മണിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടീച്ചറമ്മയും വീണയും കൃഷ്ണചന്ദ്രൻ സാറിനെ തിരഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നതും കാണാതാവുന്നതോടെ വിഷ്ണുവിനെ നേരിൽ കണ്ട് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സന്തോഷം മിസ്സിംഗ് ആണെന്നുള്ള വിവരം വീണ ടീച്ചറമ്മയെ അറിയിക്കുന്നതും അതിന് പിന്നിൽ മോഹനാവുമോ എന്ന സംശയം ടീച്ചറമ്മ പ്രകടിപ്പിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.